ചാണ്ടിയുമ്മന് നല്ല മറുപടിയുമായി ഗണേഷ് കുമാർ. അപ്പന്മാരുടെ തഴമ്പാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചതെങ്കിലും കൂവി തെളിഞ്ഞവരാണ് ഗണേഷ് കുമാറും ചാണ്ടിയുമ്മനും. ഇതിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകാൻ താരതമ്യനമെടുക്കൻ ഗണേഷ് കുമാറാണ്. ഗണേഷിനെതിരെ കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ നടത്തിയ പരാമർശങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. ചാണ്ടിയുമ്മൻ ചെറുതായി ചൊറിഞ്ഞപ്പോൾ ചാണ്ടിമാരെ മാന്തിപ്പൊളിക്കുന്നതായിരുന്നു ഗണേഷിന്റെ മറുപടി. നേരിട്ട് അപ്പനെ വിളിച്ചില്ലെങ്കിലും അപ്പനും അമ്മയ്ക്കും വിളിക്കുന്ന മറുപടിയാണ് ഗണേഷ് നൽകിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും മകൻ ചാണ്ടി ഉമ്മനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉന്നയിച്ചത്. തന്റെ കുടുംബം തകർക്കാനും മക്കളെ തന്നിൽ നിന്ന് വേർപിരിക്കാനും ഉമ്മൻചാണ്ടി ബോധപൂർവം ശ്രമിച്ചുവെന്ന്, കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥ വഹിക്കാനെന്ന വ്യാജേന ഇടപെട്ട് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. മുമ്പ് മന്ത്രിസ്ഥാനത്തു നിന്നും മാറിയപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചെന്നും ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചത് വലിയ ദ്രോഹമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സരിതയെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറയിപ്പിച്ചുവെന്ന് ചാണ്ടി പറഞ്ഞതിനോട് ബൈബിൾ വചനം ഓർമ്മിപ്പിച്ചാണ് ഗണേഷ് പ്രതികരിച്ചത്. കള്ളസാക്ഷി പറയരുത് എന്ന ബൈബിൾ വചനം ചാണ്ടി ഓർക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണോ ചാണ്ടി ഉമ്മൻ ഇത്തരം കാര്യങ്ങൾ ഓർമ്മ വന്നതെന്ന് പരിഹസിച്ച ഗണേഷ് കുമാർ അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്നും കൂട്ടിച്ചേർത്തു. CBI തന്നോട് ചോദിച്ചതിന് നൽകിയ മൊഴി പൊതുസമൂഹത്തിലുണ്ട്. സോളാർ കേസിലെ കത്തുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിലാണ് താൻ CBIക്ക് മൊഴി നൽകിയത്. എന്നാൽ ആ നന്ദി പോലും ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചില്ലെന്നും ഗണേഷ് അഭിപ്രായപ്പെട്ടു. ചാണ്ടി ഉമ്മൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ എല്ലാം ഞാൻ വിളിച്ചു പറയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതുകൊണ്ടും നിർത്തിയില്ല ഗണേഷിന്റെ പ്രത്യാക്രമണം. താൻ ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടി ഒരിടത്ത് വെച്ച് കണ്ടുവെന്നും പ്രായമായവർക്ക് KSRTC ബസ്സിൽ കയറാൻ പടിയുടെ ഉയരക്കൂടുതൽ കാരണം ബുദ്ധിമുട്ടാണെന്നും അവർ തന്നോട് പറഞ്ഞിരുന്നു. കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഇക്കാര്യം പരിഗണിച്ചാണ് ബസ്സുകളുടെ പടിക്കെട്ടിന്റെ ഉയരം കുറച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇത് ചാണ്ടിയുമ്മൻ അറിയില്ലെങ്കിൽ അമ്മയോട് ചോദിക്കണം. ചേച്ചി താഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് പിന്നീട് ഒരു ദിവസം കണ്ട് പറഞ്ഞു. അത്രയും പരിഗണന ഉണ്ട് കേട്ടോ. ആ കുഞ്ഞിന് അത് മനസ്സിലായില്ല. കുഞ്ഞിന് ചേട്ടനെ അറിയാത്തതുകൊണ്ടാണെന്നും കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. കെ. കരുണാകരന്റെ ഭാര്യയെ പറഞ്ഞ ആൾ ഇപ്പോൾ എവിടെയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ചൂണ്ടി ഗണേഷ് ചോദിച്ചു. രാഹുലിനെ വിലക്കാൻ പോലും ആ സമയത്ത് കോൺഗ്രസിൽ ആരുമുണ്ടായില്ല. കരുണാകരന്റെ ഭാര്യയെ പറഞ്ഞിട്ടും KC വേണുഗോപാലിന് പോലും വിലക്കാൻ തോന്നിയില്ലെന്നും കിട്ടിയ അവസരത്തിൽ ഗണേഷ് കോൺഗ്രസിനിട്ടും താങ്ങി.